പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇറാനിയൻ ആണവ പദ്ധതിക്കും ഹമാസ് ഹിസ്ബുള്ള പോലുള്ള ഭീകര സംഘടനകളുടെ ഭീഷണികൾക്കുമെതിരെ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികളെക്കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി നിർണായകമായ പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ പൗരന്മാർ നേരിടുന്ന നിലനിൽപ്പിന്റെ ഭീഷണിയെക്കുറിച്ച് അദ്ദേഹം ഊന്നിപ്പറയുകയാണ്. ആശുപത്രികൾക്കും കുട്ടികളുടെ വാർഡുകൾക്കും സമീപമുണ്ടായ ആക്രമണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിനെ പൂർണ്ണമായും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ശത്രുക്കൾ ഉയർത്തുന്ന അപകടം അദ്ദേഹം വിശദീകരിച്ചത്. യുദ്ധകാലത്ത് കൃത്യമായ ഭാഷയും കൃത്യമായ നടപടികളും പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അദ്ദേഹം അടിവരയിട്ടു പറഞ്ഞു. ബ്രിട്ടീഷ് ജനത ബ്ലീഡ്സ് കാലഘട്ടത്തിൽ കാണിച്ച പ്രതിരോധ ശേഷിയോട് ഇസ്രായേലി സമൂഹത്തിൻ്റെ ഉറച്ച നിലപാടിനെ പ്രധാനമന്ത്രി താരതമ്യം ചെയ്യുന്നുണ്ട്. ഇറാൻ ആണവ പദ്ധതിക്കെതിരായ സൈനിക വിജയത്തെയാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ സൈനിക നടപടികൾ വലിയ വിജയമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു പറയുന്നു. സെൻട്രിഫ്യൂജുകൾ, യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞർ എന്നിവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇറാനുമായുള്ള ആണവായുധ വികസനത്തിനുള്ള ശേഷിയെ ഗണ്യമായി ഇല്ലാതാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇറാന്റെ ആണവായുധ അഭിലാഷങ്ങൾക്ക് കാര്യമായ തിരിച്ചടിയാണ് നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷികൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈ മിസൈലുകൾ അവയുടെ വൻതോതിലുള്ള എണ്ണവും വിനാശകരമായ സാധ്യതകളും കണക്കിലെടുക്കുമ്പോൾ ഇസ്രായേലിന് മറ്റൊരു നിലനിൽപ്പിന്റെ ഭീഷണിയായി ഇത് മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അമേരിക്കൻ സഹായവും സഖ്യവും ഈ ഒരു അവസരത്തിൽ ഇസ്രായേലിന് വളരെ വലിയൊരു പിന്തുണ കൊടുത്തിട്ടുണ്ട്. പ്രസിഡന്റ് ട്രംപുമായുള്ള ഇസ്രായേലിന്റെ തന്ത്രപരമായ പങ്കാളിത്തം ഇസ്രായേലിന്റെ പ്രതിരോധത്തിന് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ പിന്തുണയും സൈനിക സഹകരണവും ഇതിൽ ഉൾപ്പെടുന്നതാണ്. തങ്ങളുടെ സഖ്യകക്ഷികളുടെ പിന്തുണയെ അഭിനന്ദിക്കുമ്പോഴും തീരുമാനമെടുക്കുന്നതിൽ ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ട്. മാനുഷിക പരിഗണനയും ഭാവി കാഴ്ചപ്പാടുകളും പരിശോധിക്കുമ്പോൾ മിസൈൽ ഭീഷണികൾ കാരണം റദ്ദാക്കപ്പെട്ട കുടുംബ പരിപാടികളെ കുറിച്ചടക്കം അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. സംഘർഷത്തിന്റെ മാനുഷിക വശവും ഉയർത്തിക്കാട്ടാൻ അദ്ദേഹം മറന്നില്ല. ഇസ്രായേൽ സൈനികരുടെ ത്യാഗങ്ങളെ നെതന്യാഹു ആദരിക്കുകയും ഹമാസ് തടവിലാക്കിയിട്ടുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ശക്തമായ പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഇത്തരം നടപടികൾ പശ്ചിമേഷ്യയുടെ ഭൂമിശാസ്ത്രപരമായ ചിത്രം മാറ്റിവരയ്ക്കുകയാണെന്നും ഇറാനിയൻ ജനത സ്വാതന്ത്ര്യം തേടാൻ തീരുമാനിച്ചാൽ ഇറാനിൽ ഭാവിയിൽ വിമോചനത്തിനുള്ള വിത്തുകൾ പാകിയേക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഇത് ചരിത്രപരമായ ഒരു നിമിഷമാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിൽ പറയുന്ന പ്രധാന വിവരങ്ങളിൽ ആശുപത്രിക്ക് സമീപത്തുള്ള ആക്രമണങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതലായിട്ട് പരാമർശിച്ചത്. ആശുപത്രികൾക്കും കുട്ടികളുടെ വാർഡുകൾക്കും സമീപമുണ്ടായ ആക്രമണങ്ങൾ ഇസ്രായേൽ പൗരന്മാർ നേരിടുന്ന ക്രൂരതയും ഭീഷണിയും വ്യക്തമാക്കുന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് സൈനിക നടപടിക്ക് പിന്നിലെ ധാർമ്മികമായ ആവശ്യകതയെ എടുത്തു കാണിക്കുകയും ഒഴിഞ്ഞു മാറാനോ രക്ഷപ്പെടാനോ സാധിക്കാത്ത ഇസ്രായേലിലെ സാധാരണക്കാർക്ക് ഇതൊരു നിലനിൽപ്പിന്റെ പോരാട്ടമാണെന്നും നെതന്യാഹു പറയുന്നു. ഇറാൻ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ സൈനിക വിജയത്തെക്കുറിച്ചാണ് അടുത്തതായി നെതന്യാഹു പരാമർശിച്ചത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ കൃത്യമായ സൈനിക നടപടികളായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വിശദീകരിക്കുന്നത്. ഇത് ഇറാനിൻ്റെ ഒരു ധാർഷ്ട്യത്തെ കുറയ്ക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇസ്രായേലിന് മുമ്പിൽ തോറ്റുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാനമായ കാര്യം. ബാലിസ്റ്റിക് മിസൈൽ ഭീഷണികളെ ഇല്ലാതാക്കാനുള്ള മുൻഗണന ഇസ്രായേൽ എടുത്തു കഴിഞ്ഞു. 20,000 മിസൈലുകൾ വരെ ഉയർത്തുന്ന ഭീഷണിയെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി മിസൈൽ പ്രതിരോധത്തിനും ആക്രമണ നടപടികൾക്കും മുൻഗണന നൽകിക്കൊണ്ടാണ് സംസാരിച്ചത് എന്നോർക്കണം. ലോഞ്ചറുകളും മിസൈൽ ഉൽപാദന ശേഷിയും ഇല്ലാതാക്കുന്നത് ഭാവിയിലെ സംഘർഷങ്ങളിൽ ഇസ്രായേലി സിവിലിയന്മാർക്ക് സംഭവിക്കാവുന്ന ആൾനാശത്തിന്റെ അളവ് കുറയ്ക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആണവ പരമ്പരാഗത മിസൈൽ ഭീഷണികളെ ഒരേ സമയം നേരിട്ട് ഇസ്രായേലിന്റെ പ്രതിരോധവും നിലനിൽപ്പും സംരക്ഷിക്കുന്നതിനുള്ള ഒരു സമഗ്ര സുരക്ഷാ നയത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. അമേരിക്കയുമായി പ്രത്യേകിച്ച് പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടവുമായിട്ടുള്ള ഒരു സൈനിക ഏകോപനവും വിവരങ്ങൾ പങ്കുവെക്കലും സാങ്കേതിക സഹകരണവും ഇസ്രായേലിന് സൈനിക ശേഷിയും നയതന്ത്ര പിന്തുണയും കൂട്ടുന്ന ഒരു ഘടകമാണ്. ഈ പങ്കാളിത്തം സൈനിക രംഗത്ത് പ്രകടമായ പിന്തുണ നൽകിക്കൊണ്ട് തന്ത്രപരമായ സഖ്യങ്ങൾ വെറും വാക്കുകൾക്കപ്പുറം എങ്ങനെ പ്രായോഗികമാകുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്.
അതുപോലെ തന്നെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള നയം പറഞ്ഞുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ നിലപാടുകൾ ഊന്നി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. ഈ അചഞ്ചലമായ പ്രതിബദ്ധത മനോബലം വർദ്ധിപ്പിക്കുകയും സൈനിക നടപടികൾ രാജ്യത്തിൻ്റെ ഓരോ പൗരനെയും സൈനികനെയും സംരക്ഷിക്കുന്നതിനും വിലമതിക്കുന്നതിനും വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായ സ്വാധീനവും ഭാവി പ്രതീക്ഷകളെക്കുറിച്ചും അദ്ദേഹം പറയുമ്പോൾ സൈനിക നടപടികളെ വളരെ വലിയ രീതിയിലാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത്. ഇറാനിൽ ഇങ്ങനെയൊരു സൈനിക നടപടി അത്യന്താപേക്ഷികമാണ് എന്ന തീരുമാനത്തിലും ആ ഒരു ധാർഷ്ട്യത്തിലും നെതന്യാഹു ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.